ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ രാവിലെ എനിക്ക് പൈസയില്ല, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ഇടവകയിലുള്ള ഒരു ചേട്ടൻ്റെ കവുങ്ങുംതോട്ടത്തിൽ പോയി കുറച്ച് പാള പറക്കി. അപ്പോൾ ഒരു പാള വിറ്റ് കഴിഞ്ഞാൽ 10 പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാള പറക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്ര കിട്ടിയാലും പാള നിൽക്കുകയല്ല ഈ വെയിലിന്. അപ്പം ഒരു 10-25 പാള പറക്കി. അപ്പോൾ ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ എത്ര പാള പറിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യത്തിനാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പം ഈ അപ്പനോട് ചോദിച്ചാൽ തരികയില്ല, അപ്പൻ്റെ കയ്യിലില്ല. കാരണം അപ്പന് കള്ളു കുടിക്കാൻ നേരമുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യനെന്താ പിന്നെ ആ പാളയെല്ലാം എനിക്ക് തരും എന്നുള്ള ചിന്തയായിരുന്നു. അപ്പം തഴങ്ങും പറക്കും പാളയും പറക്കും, 10 പൈസ കിട്ടും. അപ്പം ഞാൻ കുറച്ച് പാള പറക്കി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടരായ മനുഷ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ നാട്ടുകാരനാണ്, എത്ര എണ്ണം പറക്കി? ഞാൻ പറഞ്ഞു 50 എണ്ണം പറക്കി. ഉടനെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഇട്ടിച്ച് പൊക്കളാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, ആ ദുഷ്ടനായ മനുഷ്യൻ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥയെ. കാരണം കുറച്ച് പാളയാണ് ഞാൻ പറക്കിയത് പശുവിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ ഒരു നാടാണ്. ഒരു നമ്മുടെ ഇടവകയിൽ പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും കൊന്തയൂട്ടിലൊക്കെ ഭയങ്കരമായിരിക്കും. പക്ഷേ മറ്റൊരുത്തനോട് കരുണ കാണിക്കണം. നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്ത് കഷ്ടപ്പെട്ട ആ പാള പറക്കിയെടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ മതി ഇനി വരണ്ട എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹം എന്നോട് ആ പാള അവിടെ മേടിച്ചിടുകയാണ് ചെയ്തത്. എന്ത് സങ്കടമാണെന്നറിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളെ. അപ്പം ഞാനിപ്പോൾ ഈ നല്ല ഈ ചൂടിന് ഇങ്ങനെ ഇരുന്നപ്പം മനസ്സിൽ വന്നൊരു ചിന്തയാണ്. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് വേദനകൾ കെട്ടിക്കിട്ടിയാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്.